രമേഷ് പിഷാരിയായിട്ട് നല്ല ബന്ധമുള്ളത് വളരെ ബന്ധമുണ്ട്. പാലക്കാട് വിജയിച്ച് കത്തിരിക്കുക, എങ്ങനെയാണ് അദ്ദേഹത്തിന്റെ വിജയത്തെ നോക്കി കാണുന്നത്? സത്യം പറഞ്ഞാൽ അവൻ നിന്നപ്പോൾ തന്നെ ആദ്യം പ്രാർത്ഥിച്ചവൻ ജയിക്കണമെന്ന് പ്രാർത്ഥിച്ചത്. സത്യസന്ധമായിട്ട് പറഞ്ഞാൽ വിജയിക്കണേ എന്നുള്ള. കാരണം അതിൻ്റെ ഏറ്റവും വലിയ വെച്ചാൽ നമുക്ക് എന്തെങ്കിലും ആവശ്യങ്ങളുണ്ടെങ്കിൽ പാലക്കാട്ടത്തെ MLA ആണെങ്കിലും നമുക്ക് ധൈര്യമായിട്ട് പിഷാരടിയെ വിളിക്കാം. കാരണം പിഷാരടിയുടെ ബന്ധമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 10-25 കൊല്ലം. കാരണം സിനിമയിൽ ചെയ്യുമ്പോഴും പിഷാരടി സിനിമയിലുണ്ട്. സിനിമയിലുള്ള ആളാണ് പിഷാരടി. ഒരുപാട് നല്ല ക്യാരക്ടർ ചെയ്ത ആളാണ്, റൈറ്ററാണ് പിഷാരടി. അത് കഴിഞ്ഞ് ഞങ്ങൾ ബെഡായ ബംഗ്ലാവിൽ 7 കൊല്ലവും ഞങ്ങൾ ഒന്നിച്ച് തന്നെ, പിഷാരടി ഞങ്ങൾ ഒന്നിച്ച് തന്നെ. അത് കഴിഞ്ഞ് എപ്പോഴും കാണും, വിളിക്കും, സംസാരിക്കും. ഇപ്പോൾ നമ്മുടെ ഈ ഡോക്ടർ ബെന്നറ്റ് എന്ന് പടം, അപ്പോൾ ഈ ബെന്നറ്റിലും ആദ്യത്തെ ഒരു നരേഷൻ കൊടുത്തിരിക്കുന്നത് പോലും പിഷാരടിയാണ് വന്ന് ചെയ്തിരിക്കുന്നത്. പറഞ്ഞ വഴിക്ക് തന്നെ വന്ന് ചെയ്തു. അപ്പോൾ എന്തായാലും പിഷാരടി വലിയ ജയിച്ചതും MLA ആകുന്നതും ഇനിയും ഒരുപാട് ഉയരങ്ങളിലെത്തട്ടെ. കാരണം അത്രമാത്രം കണക്ഷൻ ഉണ്ട് ഞങ്ങൾ തമ്മിൽ. ഏത് സമയം ധൈര്യമായിട്ട് എനിക്ക് പിഷാരടിനെ വിളിക്കാം. എനിക്കെന്നല്ല, ഇപ്പോൾ ഒരു പരിചയമില്ലാത്ത ആളാണെങ്കിലും വിളിച്ചു കഴിഞ്ഞാൽ അതേ സ്നേഹത്തോടെ പെരുമാറുള്ളൂ. അത്ര എക്സ്ട്രാ ഡീസൻ്റാണ് ആൾ. എല്ലാ കാര്യത്തിലും നമ്മൾ വിളിച്ചു കഴിഞ്ഞാൽ നമ്മളെ സഹായിക്കാനും പറയാനും എന്തിനും ആ ഒരു ഫ്രീഡം എനിക്കും ഉണ്ട്. ഇനിയിപ്പോൾ അവിടെ ജയിച്ച MLA ആണെങ്കിൽ പാലക്കാട്ടുകാർക്ക് എപ്പോഴും ഏത് സമയവും പോയി പിഷാരടിയെ കാണാം, എന്ത് കാര്യങ്ങളും പറയാം, നടത്തി കൊടുത്തിരിക്കും. ഇനിയിപ്പോൾ ശരിക്കും ഏറ്റവും മിസ് ചെയ്യുന്നത് മമ്മൂട്ടിക്കായിരിക്കും. കാരണം മമ്മൂക്കയുടെ എപ്പോഴും കൂടെ അത് മമ്മൂക്കയുടെ അനുഗ്രഹം മേടിച്ചിട്ടാണ് പിഷു പോയത്. പിഷു വേറൊരാളോട് പറഞ്ഞായിരുന്നു ഞാൻ ജയിച്ചു കഴിഞ്ഞാൽ മമ്മൂക്കയെ അവിടെ കൊണ്ടുവരുമെന്നുള്ളത്. അപ്പോൾ അത് പിഷു എടുത്തതാണ്. കാരണം മമ്മൂക്കയായിട്ട് അത്ര അടുത്ത ബന്ധമുണ്ട്. മമ്മൂക്കയ്ക്കും പിഷുവിന് ഭയങ്കര ഇഷ്ടമായിരുന്നു. പിഷുവിൻ്റെ ഏറ്റവും വലിയ ഗുണമെന്ന് വെച്ചാലേ, പിഷു കൂട്ടത്തിലുണ്ടെങ്കിൽ ഒരു പോസിറ്റീവാണ്. എപ്പോഴും സംസാരിച്ച് മമ്മൂക്കയ്ക്ക് ഇഷ്ടമാണ്. മമ്മൂക്ക എപ്പോഴും തമാശകൾ പറയും, ചിരിക്കും. അത് പുള്ളിക്ക് മമ്മൂക്കയ്ക്കും ഇഷ്ടമാണ്. പിഷാരടി ഇങ്ങനെ പറഞ്ഞാളാണ്, സ്പോണ്ടേനിറ്റിയാണ്. പെടപ്പെടാന്ന് കൗണ്ടർ അടിക്കും. നമ്മൾ ഒരു നേരം പുള്ളിക്കാരൻ വെറുതെ ഇരുന്ന് ഇങ്ങനെ അലസതയായിട്ടിരിക്കില്ല. അതാണ് അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. പിന്നെ ഭയങ്കര കണ്ണുകളിൽ മുന്നോട്ട് പോക്കാണ്. പിഷാരടിക്ക് അറിയാം. നമ്മൾ ചിന്തിക്കുന്ന ഇപ്പോൾ പ്രസൻ്റ് ആണെങ്കിൽ പിഷാരടി ഒരു 50 കൊല്ലം മുന്നോട്ട് ചിന്തിക്കുന്ന ആളാണ്. 50 കൊല്ലം കഴിഞ്ഞ് എന്തായിരിക്കും സംഭവിക്കാൻ പോണത് എന്ന് വരെ ചിന്തിക്കും. അത്ര ബ്രില്യൻ്റാണ് ആൾ. അത് എല്ലാ കാര്യത്തിനെക്കുറിച്ചും നല്ല അറിവാണ്. ഭാഷയും അറിയാമല്ല, എന്തിനെക്കുറിച്ച് ചോദിച്ചാലും നമുക്ക് പറഞ്ഞു തരികയും ചെയ്യും. അതുപോലെ തന്നെ ജാടയൊന്നുമില്ല, ഒരു സാധാരണ മനുഷ്യൻ. എല്ലാവരും സ്നേഹമായിട്ട് വരാറുണ്ട്. അതുകൊണ്ട് വളരെ സന്തോഷമുണ്ട് പിഷാരടി ജയിച്ചതിൽ. MLA ആയി, ഇനി മന്ത്രിയായി, വലിയ ലെവലിൽ തന്നെ പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ സിനിമയിലാണെങ്കിലും പിഷാരടി തൻ്റെ കഴിവ് തെളിയിച്ചതാണ്. ഇത്രയും നാളുകളായിട്ട് സിനിമയിൽ കോമഡി രംഗത്താണെങ്കിലും സംവിധാനം ചെയ്തു എല്ലാ കാര്യങ്ങളും. പിഷാരടി സംവിധാനം നന്നായിട്ട്, 2 പടം നന്നായിട്ട്, ഒന്ന് മമ്മൂക്ക വെച്ചെടുത്തതാണ്, ഒന്ന് ജയറാമേട്ടൻ. 2 പടവും നന്നായിട്ട് എടുത്തു, ഹിറ്റാക്കിയതാണ്. സ്ക്രിപ്റ്റ് എഴുതുന്നു, റൈറ്ററാണ്, നല്ല ആക്ടറുമാണ് പിഷാരടി. അതുപോലെ തന്നെ സ്റ്റേജിലൊക്കെ കയറി കഴിഞ്ഞാൽ ഒറ്റയ്ക്ക് നിന്ന് വേണമെങ്കിൽ പറഞ്ഞോളൂ. എത്ര നേരം വേണമെങ്കിലും ഇങ്ങനെ സ്പോണ്ടേനിറ്റി പോലെ നിന്ന് പറയും. ആങ്കറാണ്, സ്കിറ്റ് കളിക്കാൻ എടുക്കാനാണ്. പിഷാരടിക്കുള്ള ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, പ്രശ്നമല്ല, ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്പോണ്ടേനിറ്റിയാണ്. ആൾക്ക് ചമ്മലത്തൊരു സാധനമില്ല എന്ത് പറയാൻ. അവനെ കളിയാക്കിയാലും പിഷാരടിക്ക് ഇഷ്ടമാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മളതിനെ കളിയാക്കി തിരിച്ച് അപ്പം വരും മറുപടി. അതാണ് പിഷാരടി, അതാണ് സ്പോണ്ടേനിറ്റി. നമ്മൾ അറിയാമല്ലോ, ഞാൻ പറയാതെ തന്നെ ആ കഴിവൊക്കെ ഉള്ള ആളാണ് എല്ലാ തരത്തിലും. ഈ മിമിക്രിക്കാരനൊക്കെ എങ്ങനെ ഒരു ജനപ്രതിനിധി ആകുമെന്നൊക്കെ പറഞ്ഞ് കുറേ കളിയാക്കലൊക്കെ വന്നായിരുന്നു. ഒരുപാട് കളിയാക്കി. അപ്പോൾ ഇപ്പോൾ ആ ഒരു മാസ് മറുപടി തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. തീർച്ചയായിട്ടും. അപ്പം ഇനി ജനപ്രതിനിധിയായിട്ടും പിഷാരടിക്ക് അവിടെ വിജയിക്കാൻ സാധിക്കുമെന്ന് തോന്നുന്നുണ്ട്. തീർച്ചയായിട്ടും. ഇപ്പോൾ പിഷാരടി വേറെ കാര്യം പറഞ്ഞു, ഞാൻ 5 കൊല്ലത്തേക്ക് ഇനി അഭിനയിക്കുന്നില്ല. 5 കൊല്ലം പാലക്കാട് ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുമെന്ന് പറഞ്ഞിരിക്കുന്നത്. അത് കഴിഞ്ഞതായി നമുക്ക് ആലോചിക്കാമെന്ന് പറഞ്ഞിരിക്കുന്നത്. പിഷാരടി നന്നായിട്ട് ചെയ്യും. കാരണം ജനങ്ങളുടെ കാര്യങ്ങൾ എല്ലാം കേൾക്കാനെല്ലാം അവൻ തന്നെ വേണം. പിഷാരടി ചെയ്യുകയും ചെയ്യും, അതിൽ നിന്ന് കണ്ടിന്യൂ ചെയ്ത് പോവുകയും ചെയ്യും. പിഷാരടിയെ കൊണ്ട് സിനിമ അല്ലാതെ എല്ലാം കൂടി അതും കൂടി അഭിനയിച്ച് പിഷാരടി ഇല്ല അങ്ങനെ പോകുന്നില്ല ആൾ. അതാണ് പുള്ളിക്കൊരു തീരുമാനമുണ്ട് പിഷാരടിക്ക്. ഇനി ഇന്നത് ചെയ്യണം, ഇന്ന പോലെ പോകാം, കാൽക്കുലേറ്റ് ചെയ്ത് മുന്നോട്ട് പോകുന്ന ആളാണ് പിഷാരടി. അതുകൊണ്ട് സക്സസ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ പുള്ളി സിനിമയിൽ നിന്ന് മാറിയത്. സിനിമയിൽ അഭിനയിച്ചുകൊണ്ട് രാഷ്ട്രീയത്തിൽ നിന്ന് ഒരുപാട് പേരില്ലേ. അതൊരു നല്ല തീരുമാനമാണെന്ന് തോന്നുന്നുണ്ട് പിഷാരടിയുടെ. നല്ല തീരുമാനമാണ്. പക്ഷേ പിഷാരടിനെ വീണ്ടും സ്ക്രീനിൽ കാണാൻ അല്ലെങ്കിൽ മിമിക്രി രംഗത്ത് കാണാൻ ആഗ്രഹിക്കുന്നവരുണ്ടാവുമല്ലോ, ഒരുപാട് പേര്, പാലക്കാട്ടുകാരല്ലാത്തവരാണെങ്കിലും. ഉണ്ടാവും, തീർച്ചയായിട്ടും ഉണ്ടാവും. അപ്പോൾ അത് അവർക്കൊരു മിസ്സിംഗ് ആയിരിക്കില്ലേ? തീർച്ചയായിട്ടും മിസ്സിംഗ് ആണ്. പക്ഷെ അതുകൊണ്ടാണ് അവനത് പറഞ്ഞിരിക്കുന്നത്, എനിക്കിങ്ങനെ മിസ്സിംഗ് ആണ്. എനിക്കും ഇപ്പോൾ കല നമ്മുടെ ബ്ലഡിലുണ്ടെങ്കിൽ നമുക്കത് എല്ലാവരും പറയാറില്ലേ, എനിക്ക് സ്റ്റേജിൽ കയറിയിൽ ഭയങ്കര പ്രശ്നമാണെന്നൊക്കെ പറഞ്ഞ ആൾക്കാർ പറയില്ലേ, ആർട്ടിസ്റ്റുകൾ പറയാറുണ്ടല്ലോ. വയ്യാണ്ട് വന്നാലും ആ സ്റ്റേജിൽ കയറി നമ്മൾ പെർഫോം ചെയ്യുമ്പോൾ ജനങ്ങളുടെ കയ്യടിയും ചിരിയും അത് നമുക്ക് ഭയങ്കരമായ ഒരു ആവേശം കിട്ടുന്നത്. സ്ക്രീനും അങ്ങനെ തന്നെയാണ് കേട്ടോ. അപ്പോൾ അത് പിഷാരടിയുടെ ഉള്ളിലുണ്ടാവും, ഇല്ലെന്ന് പറയുന്നത് ജനങ്ങൾക്കുണ്ടാവും. അത് പക്ഷേ നമ്മൾ മേഖലയിലോട്ട് കൺവേർട്ടായി പോവുകയാണല്ലോ. എന്ന് വെച്ചാൽ ഞാൻ ഒരിക്കലും വരില്ല എന്ന് പിഷാരടി പറഞ്ഞിട്ടില്ല. പക്ഷേ അഭിനയിക്കുമ്പോൾ സമയം കിട്ടണമെന്നില്ല. പിന്നെ MLAക്കല്ലേ ആങ്കർ ചെയ്യാനൊക്കെ പറ്റത്തില്ല പോയിട്ട്. അതുകൊണ്ടല്ലേ ഒരു പ്രൊഫഷണൽ ഇത് നോക്കണമല്ലോ. ഒരു MLAക്ക് ആകുമ്പോൾ അതിൻ്റെ ഒരു ഇതില്ലേ, അതുകൊണ്ടാണ്. പക്ഷേ അതെല്ലാവർക്കും വിഷമമുണ്ട്, പിഷാരടിക്കും ഉണ്ടാകാം. പക്ഷേ എങ്കിലും നല്ലൊരു കാര്യത്തിനല്ലേ, അതുകൊണ്ട് നമുക്ക് സന്തോഷിക്കാമല്ലോ.
ഉയരട്ടെ, ഉയരങ്ങളിലെത്തട്ടെ എന്ന് സന്തോഷമാണ്. കാരണം എൻ്റെ കൂടെ ഒരുപാട് കൊല്ലം ഞങ്ങൾ ഒന്നിച്ച് വർക്ക് ചെയ്തുകൊണ്ട് ഇപ്പോൾ നമ്മുടെ ഫിലിമിൽ പോലും ഫസ്റ്റ് നരേഷൻ അത് വിളിച്ച വഴിക്ക് ഓടിയൊന്നും ചെയ്യുക, അല്ലാതെ നമ്മൾ വിളിച്ച് ഞാൻ നോക്കട്ടെ ഇതൊന്നും പിഷാരടി പറയില്ല. വിഷു ഇങ്ങനെ സംഭവം നമുക്ക് തുടക്കം ഒരു നരേഷൻ പിന്നെ എന്താ ചേട്ടാ ഞാൻ വന്നേക്കാം എടുത്തടിച്ച് പോരും, അത് ഗംഭീരമായിട്ട് ചെയ്യുകയും ചെയ്യും. അത് പിഷാരടി വിളിച്ചു കഴിഞ്ഞാൽ നമ്മൾ അങ്ങോട്ട് പറഞ്ഞു കൊടുക്കേണ്ട അധികം. ആ സംഭവം പറഞ്ഞാൽ പിഷാരടിക്ക് ഓൾറെഡി ഒരു ഡയറക്ടറാണ് പുള്ളി, റൈറ്ററാണ്, പുള്ളിക്കറിയാതെ എങ്ങനെ ചെയ്യണമെന്ന് എടുത്ത് ചെയ്തിട്ട് നമ്മളോട് പറയും ഇത് മതി ചേട്ടാ ഇതുപോലെ പോരെ, അങ്ങനെ ചെയ്തു. അങ്ങനെ അത്രമാത്രം നല്ല കഴിവുള്ള ആളാണ്. എല്ലാം കൊണ്ട് ദൈവാനുഗ്രഹിച്ച് അവൻ ഇനി ഉയരങ്ങളുടെ എത്തട്ടെന്ന് പ്രാർത്ഥിക്കുന്നു. അതുപോലെ തന്നെ ഞങ്ങളുടെ സിനിമയും ഡോക്ടർ ബെന്നറ്റും സൂപ്പർ ഹിറ്റ് ആകട്ടെ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. കൂടാതെ പ്രേക്ഷകരോടും അഭ്യർത്ഥിക്കുന്നു ഹിറ്റാക്കി തന്നെ വന്നു. എല്ലാം ദൈവത്തിനായി. താങ്ക് യു.